പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പൂർവികമായി ഞങ്ങൾ ഒരു രാജ്യമായിരുന്നവരാണല്ലോ എന്നെല്ലാം പാകിസ്ഥാൻ ബംഗ്ലാദേശിനോട് വന്ന് വൈകാരികമായി സംസാരിക്കുന്നുണ്ട്. നമ്മളതെല്ലാം കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന അസിം മുനീറും യൂനുസും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കാരണം അസിം മുനീറാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം സ്വാഭാവികമായിട്ടും. അല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല. എന്തായാലും ബംഗ്ലാദേശിന് മറക്കാനാവാത്ത മുറിവുകൾ നൽകിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും അധികം കൂട്ടക്കൊലകൾ നടന്നത് ആ യുദ്ധത്തിലാണ്. പാകിസ്ഥാൻ പട്ടാളമാണ് അത് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ബോധ്യം ബംഗ്ലാദേശിലെ ജനതയ്ക്കുണ്ട്. അതെല്ലാം മറന്നിട്ട് അങ്ങനെ അങ്ങ് ഒന്നിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നിക്കാൻ പറ്റില്ല. അതിനുള്ള മറുപടി കൃത്യമായിട്ട് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരുണ്ടല്ലോ, ഈ ഇടക്കാല സർക്കാരിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈൻ പറയുകയും ചെയ്തിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞത് 54 വർഷത്തെ പ്രശ്നങ്ങൾ ഒരു ദിനം കൊണ്ട് അത് പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഈ വംശഹത്യ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ നെഞ്ചിലെ ഉണങ്ങാത്ത മുറിവ് തന്നെയാണ്. അതിനെ എത്രയൊക്കെ പാകിസ്ഥാൻ ചെന്ന് പൊന്നെ പാലെ തേനെ എന്ന് വിളിച്ചാലും എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ മുറിവ് ഉണങ്ങില്ല. അത് പരമ്പരകളായിട്ട് ഈ മുറിവ് ഉണങ്ങാതെ അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഈ ഹൊസൈൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള 6 കരാറുകൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇവർ പറയുന്നുണ്ട് നിങ്ങൾ മാപ്പ് പറയണം. അതായത് പാകിസ്ഥാൻ മാപ്പ് പറയണം ബംഗ്ലാദേശിനോട്, അതായത് ഔദ്യോഗികമായി തന്നെ മാപ്പ് പറയണം. ആ നടത്തിയ നരനായാട്ട് വംശഹത്യ എന്നുള്ളത് പൊറുക്കാവതല്ല, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണം. പക്ഷേ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പാക് ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇഷാഖ് ദർ പറയുന്നത് ഇത് 2 തവണ പരിഹരിച്ചതാണല്ലോ, 2 തവണ ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ടല്ലോ, വീണ്ടും അത് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ്. പക്ഷേ 2 തവണ എന്ന് പറയുന്നത് ഇവരെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 1974 ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നത് അതിൽ പൂർണ്ണമായി ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ചർച്ച വിജയം കണ്ടില്ല എന്നുള്ളതാണ്. പിന്നീട് 2000 അന്ന് എനിക്ക് തോന്നുന്നു ജനറൽ പർവേസ് മുഷറഫിൻ്റെ കാലഘട്ടമാണ്. മുഷറഫും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ്. ഇവർക്ക് ഇതിനേക്ക് മാപ്പ് പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോഴും ബംഗ്ലാദേശ് അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നെഞ്ചിലെ ഉണങ്ങാത്ത മുറിവാണ്, അതിന് നിങ്ങൾ മാപ്പ് പറയണം. ബംഗ്ലാദേശിൻ്റെ ആവശ്യം ന്യായം തന്നെയല്ലേ? 30 ലക്ഷത്തോളം ആളുകളാണ് ഏതാണ്ട് അവർ കൂട്ടക്കൊല ചെയ്തത് എന്നാണ് പറയുന്നത്. 3 ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കണക്കുകൾ പറയുന്നു. എങ്ങനെയാണ് ഈ മുറിവ് ബംഗ്ലാദേശിൻ്റെ നെഞ്ചിൽ നിന്ന് മായുന്നത്? അപ്പോൾ പാകിസ്ഥാനികളെ സംബന്ധിച്ച് അവരുടെ തലയ്ക്ക് ജിഹാദ് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും വേർപിരിഞ്ഞു പോകുന്നത് പോലും ഈ സംസ്കാരത്തിൻ്റെ ചിന്താരീതിയുടെ തന്നെ വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അത് പിരിഞ്ഞു പോകുന്നത്. നിങ്ങൾ മതഭ്രാന്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു രാജ്യത്തിന് ഉയർച്ച ഉണ്ടാകില്ല എന്നുള്ളത് ബംഗ്ലാദേശിലെ പൗരന്മാർ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വീണ്ടും മതഭ്രാന്ത്, ബംഗ്ലാദേശിൽ വീണ്ടും മതഭ്രാന്തിനെ തീ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അസ്ഥിരത ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ മതം കൊണ്ട് ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. മറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും എല്ലാത്തിനെയും ഒരു മിനിമൽ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉയർച്ച ഉണ്ടാകും ഒരു രാജ്യത്തിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിലും ഇത് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്? അവിടെ ഡീപ് സ്റ്റേറ്റ് ഇറക്കി വിട്ടത് ഇത്തരത്തിലുള്ള മതമൗലികവാദികളെയായിരുന്നു. അവിടെ ഇപ്പോഴും ജമാഅത്തേടെയും ISSൻ്റെയും ആളുകളെല്ലാം തന്നെ ഇപ്പോഴും വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഇഷാഖ് ദർ ചെന്ന് കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവർ കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ജമാഅത്തേടെ ആളുകളുമായിട്ട് ഇവർ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ജമാഅത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപനേതാവ് സയ്യിദ് അബ്ദുള്ള മുഹമ്മദ് താഹിറുമായിട്ട് ഇഷാഖ് ദർ കൂടിക്കാഴ്ച നടത്തുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷമുണ്ടായ ആ പ്രക്ഷോഭമുണ്ടല്ലോ, ആ സമയത്ത് രൂപീകൃതമായിട്ടുള്ള പുതിയൊരു പാർട്ടിയുണ്ട്. ആ പുതിയ പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ സിറ്റിസൺ പാർട്ടിയാണ്. ഇതിൻ്റെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. കൂടാതെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതൃത്വവുമായിട്ട് ഈ ഒരു കൂടിക്കാഴ്ചകൾ നീണ്ടുപോകുന്നുണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സഹോദരങ്ങളല്ലേ,
സഹോദരങ്ങൾ ചെയ്യുന്നതെല്ലാം പൊറുക്കണ്ടേ? പക്ഷേ ചില സഹോദരങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് പോകാത്ത അത്രയും വേദനയും വടുക്കളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. നമുക്കറിയാം, ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിവിട്ട ആ നരനായാട്ടിനെ എങ്ങനെയാണ് ഇവർക്ക് സാധൂകരിക്കാനായിട്ട് സാധിക്കുന്നത്? അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. 1971 മാർച്ച് 25-നാണ് കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യം ഈ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തൽ ആരംഭിക്കുന്നത്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ കണക്കുകളെല്ലാം, കൊന്നൊടുക്കിയവരുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെയും എല്ലാം ഈ കണക്കുകൾ വരുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവർക്ക് യാതൊരു തരം, ഈ പാക് സൈന്യത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു, എന്നാൽ സ്വന്തം സഹോദരങ്ങൾക്ക് നേരെയാണ് ഈ ഒരു നരനായാട്ട് നടത്തുന്നതെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോഴേ അവരുടെ മനസ്സിൽ നിന്ന് മാനുഷികത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ട് ജിഹാദി സ്വഭാവം അവർ കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നീതിബോധമൊക്കെ പോയി. അതെ, നീതിബോധം ഇല്ല. നീതിബോധമുള്ള ഒരുത്തൻ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് ആ വർഷം ഡിസംബറിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. ഇന്ത്യക്ക് നേരെയും ആക്രമണം നടത്തുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സൈനിക ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് ഇതൊരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മൂന്നാം യുദ്ധത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഈ ഇന്തോ പാക് യുദ്ധമാണ് സത്യത്തിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ആവിർഭാവത്തിന് വഴിവെച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ ഈ പറയുന്ന തരത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ അസ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ അസ്ഥിരത മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇഷാഖ് ദർ അവിടെ എത്തിയത്. ഇഷാഖ് ദർ പോകുമ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത് അവിടുത്തെ സൈനിക മേധാവിയുമായിട്ടാണ്, ഒരു വിഭാഗത്തിൻ്റെ മാത്രം സൈനിക മേധാവിയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതായത് അതിൻ്റെ പൂർണ്ണ ചാർജുള്ള വക്കാർ ഉസ്സമാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നില്ല എന്നുള്ളതാണ്. വക്കാർ ഉസ്സമാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലിബറലായിട്ട് ഇവിടെ ഒരു ഭരണം വരണം, അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൊടുത്ത ഒരു ജനറൽ കൂടിയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തുന്നില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അവിടെ ഒരുക്കുന്നത് എന്നുള്ളതാണ്. ഈ കൂടിക്കാഴ്ച ചെയ്യുമ്പോൾ നമുക്കും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ധാക്കയിലെ അസ്ഥിരതയും ചൈനയുടെ അവിടെയുള്ള ഒരു കടന്നുകയറ്റവും ചേർന്ന് വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ഒരു സഖ്യം രൂപീകൃതമാകുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. ധാക്കയിലേക്ക് പാകിസ്ഥാൻ വന്നിറങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴുള്ള ഈ ജിഹാദി സ്വഭാവവും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കൂടിക്കാഴ്ചകൾക്ക് പിന്നിൽ ഈ എന്തെങ്കിലും ഒരു അജണ്ട ഇല്ലാതിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കൃത്യമായിട്ട് അവർ വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കും. ഈ ഒരു മുറിവ് ഉണങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലും 6 കരാറുകളിലാണ് ഇവർ ഒപ്പുവെച്ചിരിക്കുന്നത്. മാപ്പ് പറയാനൊട്ട് തയ്യാറുമല്ല. മാപ്പ് പറയാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നുള്ളത് അവർ സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവിടെ ഒരു വിടവുണ്ടാകുമെന്നിരിക്കൽ പോലും ഈ ബംഗ്ലാദേശിൻ്റെ ഭരണം എന്ന് പറയുന്നത് മതമൗലികവാദികളുടെ കയ്യിൽ തന്നെയാണ്. ആ മതമൗലികവാദികളെ നിയന്ത്രിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ്. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് ആശ്വസിക്കാൻ, അതായത് ആശങ്കപ്പെടേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ തീരുമാനിക്കട്ടെ, ഈ ചെയ്തു കൂട്ടിയ നരഹത്യക്ക്, ഈ കൊടും ചെയ്തികൾക്ക് മാപ്പ് പറയണമോ വേണ്ടയോ എന്നുള്ളത് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളതാണ് കാര്യമാണ്. പക്ഷേ അത് മാപ്പ് പറയേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം ഇത്രയും വലിയ കൂട്ടക്കുരുതിയാണ്. ജിഹാദി ആ ഒരു തലച്ചോറിൽ നിന്ന് അതൊരു മാറ്റി വെച്ചുകൊണ്ട് മാനുഷികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും പൊറുക്കാവതല്ല അവർ ചെയ്തിട്ടുള്ള കൃത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.